ദനഹകാലം 2-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1, 14 മുതൽ 18 വരെ. വിചിന്തനം: ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ തനിമ. യേശു സ്വയം ലോകത്തിന് വെളിപ്പെടുത്തിയ ആ സംഭവത്തിലെ അനുസ്മരിക്കാനും ആഘോഷിക്കാനും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ഈ സ്വയം വെളിപ്പെടുത്തുന്ന പ്രക്രിയ യേശു ആരംഭിച്ചത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള യേശുവിൻ്റെ ജ്ഞാനസ്നാന പ്രക്രിയയിലൂടെയാണ്. ആ അവസരത്തിൽ സ്വർഗം മുഴുവനും ആ സ്വയം വെളിപ്പെടുത്തിയത് ശരിയെന്ന് സാക്ഷ്യപ്പെടുത്തി. ഇതാണ് ഈ ദനഹകാലം എന്ന് പറയുന്നത് കൊണ്ട് നാം ഉദ്ദേശിക്കുക. അങ്ങനെ യേശു സ്വയം വെളിപ്പെടുത്തി. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്താ പ്രയോജനം? നമ്മളിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇതാണ് പ്രസക്തമായ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരവുണ്ട്. നമ്മളും സ്വയം വെളിപ്പെടുത്തണം. അതാണ് ഈ കാലഘട്ടത്തിന്റെ ചൈതന്യം. നമ്മളും ലോകത്തിന്റെ മുമ്പിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തണം. അത് നമ്മുടെ വാക്കുകളിൽ കൂടെ വേണം, നമ്മുടെ പ്രവർത്തന ശൈലികളിൽ കൂടെ വേണം, സർവോപരി നമ്മുടെ ജീവിത ശൈലിയിൽ കൂടെ വേണം. നാമും ലോകത്തിന് വെളിപ്പെടുത്തണം. യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നാം എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തണം, സാക്ഷി നൽകണം. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ ചൈതന്യം. അപ്പോൾ നാം നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നതിന് ഉതകുന്ന ചില മാർഗനിർദ്ദേശങ്ങളാണ് ഈ കാലഘട്ടത്തിലെ ഉള്ള സുവിശേഷ സന്ദേശമായി നമ്മുടെ മുമ്പിൽ അവതരിക്കുക. എങ്ങനെ നാം നമ്മെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തണം എന്ന് ഉള്ളതിൻ്റെ ചില മാർഗനിർദ്ദേശങ്ങൾ. ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ 1-ാം ഞായറാഴ്ചയായ ഇന്ന്, ഇത് ദനഹകാലം 2-ാം ഞായറാഴ്ചയാണ്. ആദ്യത്തെ ഞായറാഴ്ചയിലെ യേശു തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി. പിന്നീടുള്ള ഞായറാഴ്ചകളിലെ നാം നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ. ആ അർത്ഥത്തിൽ ഇത് 1-ാം ഞായറാഴ്ചയായ ഇന്ന് നമ്മൾ നമ്മെ തന്നെ വെളിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാന ഭാവം എന്തായിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം. ആ മാർഗനിർദ്ദേശം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട യോഹന്നാൻ, ആ യോഹന്നാൻ മാംദാനിയുടെ മാതൃക നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ മാർഗനിർദ്ദേശ പ്രക്രിയ ആരംഭിക്കുന്നത് സഭ. യോഹന്നാന്റെ സുവിശേഷം ഇന്ന് ആരംഭിക്കുന്ന ആദ്യത്തെ വാചകം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക മക്കളെ. യോഹന്നാൻ ഏറ്റുപറയുന്നു, സുവിശേഷകനായിട്ടുള്ള യോഹന്നാൻ അല്ല, യേശുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി നിയുക്തനായിട്ടുള്ള യോഹന്നാൻ മാംദാനിയുടെ വാക്കുകളാണത്. എനിക്ക് ശേഷം വരുന്ന, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ഇതാണ് ആ വെളിപ്പെടുത്തലിനു വേണ്ടി നമുക്ക് വേണ്ടി ഇന്ന് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശം. എനിക്ക് ശേഷം വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, ശ്രേഷ്ഠനാണ്. എന്നാൽ ഇന്നത്തെ ലോകത്തിലെ എനിക്ക് ശേഷം വരുന്നത് എല്ലാം പ്രളയമാണ്, എല്ലാം പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ ലോകത്തിലെ എനിക്ക് ശേഷം വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മനസ്സിന്റെ പ്രക്രിയയാണ് വെളിപ്പെടുത്തൽ നിന്ന് മനുഷ്യർക്ക് ആദ്യമായിട്ടുണ്ടാകേണ്ടത് എന്നാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. അപരനെ എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് കരുതാൻ സാധിക്കുന്ന ഒരു മനസ്സിന്റെ തുറവി,
മറ്റുള്ളവരെ എന്നേക്കാൾ ബഹുമാനിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതശൈലി, ഈ ജീവിതശൈലിയും ഈ തുറവിയുമാണ് സാക്ഷാൽ ക്രിസ്ത്യാനി എന്ന രീതിയിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പാഠവിഷയം. അവനവനെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ കേമനാണെന്ന് എന്നെ തന്നെ വെളിപ്പെടുത്തുന്നതല്ല. എന്നേക്കാൾ കേമന്മാരാണ്, കേമികളാണ് മറ്റുള്ളവരെ എന്ന് ഞാൻ സ്വാംശീകരിക്കാൻ സാധിക്കുന്ന, എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മനസ്സിന്റെ ഒരു ഭാവമാണ് ഈ സ്വയം വെളിപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനമായിട്ട് ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് അതിന്റെ സത്യം. ഈ സത്യത്തിലാണ് നമ്മൾ വേരൂന്നി നിൽക്കേണ്ടത്. ഇതിന് രണ്ട് തരത്തിലെങ്കിലും ഇതിനെ ചിന്തിക്കാം. ഒന്ന്, വാച്യാർത്ഥത്തിൽ തന്നെ അതിനെ എടുക്കുക. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് പറയാൻ സാധിക്കുന്ന ആ വാചകത്തിന്റെ വാച്യാർത്ഥം തന്നെ. എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായിട്ടും എന്നേക്കാൾ ബഹുമാന്യരായിട്ടും എന്നേക്കാൾ കഴിവുള്ളവരാണ് മറ്റുള്ളവരെ എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ചിന്താരീതി. ചിലത് തിരുത്തേണ്ടത് തിരുത്തണ്ട എന്നൊന്നുമല്ല ചിന്താരീതിയുടെ പൊരുള്. എന്ത് തിരുത്തിയാലും തിരുത്തിയില്ലെങ്കിലും എന്നേക്കാൾ ബഹുമാന്യരാണ് മറ്റുള്ളവര്, കഴിവുള്ളവരാണ് മറ്റുള്ളവരെ എന്ന് ചിന്തിക്കാൻ സാധിക്കുക ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു ചിന്തയാണത്, ഉദാത്തമായിട്ടുള്ളൊരു രീതിയാണത്, സാക്ഷ്യത്തിന് ഉതകുന്ന ഒരു മാർഗമാണത്. അപ്പൊ ഇതിന്റെ ഒരു ചിന്തയാണ് തനിച്ച് അതിന്റെ വാച്യാർത്ഥത്തിൽ തന്നെ എടുക്കുക. അപരനെ ബഹുമാനിക്കുക, ആദരിക്കുക. അതിന് മറ്റൊരു അർത്ഥം കൂടി നമുക്ക് കരുതണം. ആ ബഹുമാനവും ആദരവും അംഗീകാരവും തക്ക സമയത്ത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ കൊടുക്കുന്ന പ്രോത്സാഹനത്തിൽ നമ്മളത് കാണാം. ആ അംഗീകാരം പ്രോത്സാഹനമായിട്ട് തിരിയുന്നതായിട്ട് കാണാം. ആ വ്യക്തിയുടെ വളർച്ചയ്ക്ക് ഉള്ള വളമായിട്ട് അത് തീരുന്നതായിട്ട് നമുക്ക് ദർശിക്കാം. അതാണ് രണ്ടാമത്തെ അർത്ഥം. ഉദാഹരണമായിട്ട് ഞാൻ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. നിങ്ങളൊക്കെ കേട്ട് കാണും, വലിയ കോളേജ് പഠിച്ചുള്ളവരുണ്ടാവും, ഇതിലെ പഠിക്കാത്തവരും ഉണ്ടാവും. പഠിച്ചവരും പഠിക്കാത്തവരും ചിലപ്പോൾ ഒരു പക്ഷെ കേട്ട് കാണും ലയനാർഡോ ദെ വിഞ്ചി എന്ന് പറയുന്ന ഒരു കലാകാരനെ പറ്റി. ലോകപ്രശസ്തനാണ് അദ്ദേഹം. ചിത്രകലാരചനയിൽ ലോകപ്രശസ്തനായിട്ടുള്ള ലയനാർഡോ വിഞ്ചി. അദ്ദേഹം എങ്ങനെയാണ് ലോകപ്രശസ്തി നേടിയത് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. അദ്ദേഹം ചിത്രകല പഠിക്കാൻ വേണ്ടി, ചിത്രമെഴുത്ത് പഠിക്കാൻ വേണ്ടി ഒരു ഗുരുബോധന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ചെറുപ്പമായിരുന്നു അന്ന്. ലയനാർഡോ വിഞ്ചിയുടെ ഗുരുഭൂതൻ അതിപ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകലാകാരൻ. അദ്ദേഹം അന്ന് ലോകത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആർട്ട് ഗാലറിയിലേക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചിത്രരചനയിൽ മുഴുകിയിരിക്കുകയാണ് ഗുരുനാഥൻ. ആ ചിത്രരചന അല്ലെങ്കിൽ ആ കലാസൃഷ്ടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആ ഗുരുനാഥന് കലശലായ രോഗമായി, കിടപ്പിലായി. പകുതി പണിയായിട്ടുള്ളൂ. അതിപ്രശസ്തനായിട്ടുള്ള ഗുരുഭൂതൻ ഏറ്റെടുത്തിരിക്കുന്ന ആ കലാസൃഷ്ടി തക്കതായിട്ടുള്ള സമയത്ത് അത് പ്രദർശന വിധേയമാക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് പല പ്രശ്നങ്ങൾക്ക് കാരണമാകും. പക്ഷേ ഗുരുനാഥനെ സുഖക്കേടായിട്ട് കിടപ്പിലായി. ആ അവസരത്തിൽ ഗുരുഭൂതൻ തന്റെ ശിഷ്യനായിട്ടുള്ള ലയനാർഡോ വിഞ്ചിയെ ആളയച്ചു വരുത്തി. ഗുരുഭൂതൻ പറഞ്ഞു, മകനെ, എന്റെ സ്ഥിതി നീ മനസ്സിലാക്കുന്നു. നീ ആ ചിത്രരചന പൂർത്തിയാക്കണം. ലയനാർഡോയ്ക്ക് ഗുരുഭൂതനെ പറ്റി വളരെ വലിയ മതിപ്പാണ്. ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഗുരുഭൂതന്റെ കീഴിൽ ശിഷ്യത്വം സ്വീകരിക്കാൻ ഇടവന്നതിൽ തന്നെ വളരെ വളരെ ചാരിതാർത്ഥ്യം ഉൾക്കൊള്ളുന്നവനാണ് ശിഷ്യൻ. ഗുരുഭൂതൻ ഇത് ശിഷ്യനെ വിളിച്ച് പറയുന്നു, നീ ആ ചിത്രം പൂർത്തിയാക്കണം എനിക്ക് വേണ്ടി. ലയനാർഡോ പറയുന്നു, ഗുരുവേ,
യഥാർത്ഥത്തിൽ എനിക്ക് അതിന് കഴിവില്ല. അങ്ങ് ഏറ്റെടുത്തിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കാനുള്ള കഴിവ് എനിക്കില്ല. സത്യമാണത്. ഞാൻ അത് ചെയ്താൽ ശരിയാകില്ല. അതുകൊണ്ട് ഈ ഒരു ഭാരം എനിക്ക് തരരുത് ഗുരുവേ എന്ന് പറഞ്ഞ് ലയനോട് കേൻ അപേക്ഷിക്കുന്നു. ഗുരുഭൂതൻ പറയുന്നു, മകനെ, നിനക്ക് അതിന് കഴിവുണ്ട്. ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു കേട്ടപ്പോ ലയനോടോ അല്പം മാറി നിന്നിട്ട് ഓടയതമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഈ ചിത്രരചന എന്റെ കരങ്ങളിൽ കൂടി പൂർത്തിയാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ശക്തി എനിക്ക് നൽകണമേ, അതിനുള്ള വരം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ലയനോടോ ഗുരുവിനോട് പറയുന്നു, ഞാൻ ശ്രമിക്കാം. ലയനോടോ വരച്ചു. ചിത്രം പൂർണ്ണമായി. ഗുരുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ആ ശിഷ്യൻ ആ ശ്രേഷ്ഠമായിട്ടുള്ള കലാസൃഷ്ടി സമർപ്പിക്കുന്നു. ഗുരുഭൂതൻ ആ ചിത്രം മുഴുവനും നോക്കിയതിനു ശേഷം പറഞ്ഞ വാക്കിതാണ്, മകനെ, ഇനി ഞാൻ ചിത്രം വരയ്ക്കുന്നില്ല. എന്താ ഇവിടെ ഉണ്ടായത്? ഇതിലും വലിയൊരു അംഗീകാരം ആ ഗുരുവിന് മകന് കൊടുക്കാനില്ല ശിഷ്യനെ. ഇനി ഞാൻ ചിത്രം വരയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ ഇനി രംഗം വിടേണ്ട സമയമായി. എന്നേക്കാൾ വലിയ ശിഷ്യൻ നീ ആയിരിക്കുന്നു. എന്റേതായിട്ടുള്ള സർഗശക്തി അതിൽ ഉപരി നീ നേടിയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ദൗത്യം പൂർണ്ണമായി. ഇനി ഞാൻ ചിത്രം വരയ്ക്കുന്നില്ല. പിന്നീട് ആ ഗുരുനാഥൻ ചിത്രം വരച്ചിട്ടില്ല എന്നാ പറയണത്. ഇത് ഈ മകനിലെ ഈ ശിഷ്യനിൽ വലിയ ആവേശമായി. ഇത് ഈ മകനിൽ കിട്ടിയ വലിയ അംഗീകാരമായി. അങ്ങനെ അവൻ വരച്ച് ലോകപ്രശസ്തനായിട്ടുള്ള ചിത്രകലാകാരനായി തീർന്നു. ലയനോർഡോ ദ വിഞ്ചി, ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറയുന്ന ഒടുക്കത്തെ അത്താഴം, ആ ചിത്രമൊക്കെ വരച്ചത് ഈ പുള്ളിയാ മക്കളെ. ആ മനുഷ്യനെ, ആ ശിഷ്യന് ഗുരു കൊടുത്തിട്ടുള്ള പ്രോത്സാഹനമായിരുന്നു ജീവിതത്തിൽ ഇത്രയും ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ വരുത്തിയത് എന്നാണ് ആ കലാകാരന്റെ ഉള്ളിലിരിപ്പ്. അപ്പോ ക്രിസ്ത്യാനികളായ നമ്മുടെ സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നതിന്റെ പൊരുള് പ്രാർത്ഥന ചെല്ലുക എന്ന് മാത്രമല്ല, കുറെ ത്യാഗപ്രവൃത്തികൾ ചെയ്യുക എന്ന് മാത്രമല്ല, ഉചിതമായിട്ടുള്ള സമയത്ത് ആത്മാർത്ഥതയോടുകൂടെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മനസ്സിന്റെ സ്ഥിതിവിശേഷമാണ് ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനം. അതില്ലെങ്കിൽ അവർ ക്രൈസ്തവരല്ല എന്ന അതിന്റെ അർത്ഥം. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ചില പരിഷ്കാരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും SSLCക്ക് റാങ്ക്, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, അങ്ങനെ 13ാം റാങ്ക് ഞങ്ങളുടെ സ്കൂളിന് അത് കിട്ടി, അല്ലെങ്കിൽ മോന് കിട്ടി, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ, ഇത്ര ഫസ്റ്റ് ക്ലാസ്. അടുത്ത കൊല്ലം തൊട്ടുണ്ടാവില്ല. ആർക്കും റാങ്കില്ല, ആർക്കും ഡിസ്റ്റിങ്ഷനും ഇല്ല, ആരും പാസ്സാവണമില്ല, ആരും തോൽക്കണമില്ല. ആ തരത്തിലുള്ളൊരു മൂല്യനിർണയത്തിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനു മുമ്പേ ഈ മൂല്യനിർണയം മാറിക്കഴിഞ്ഞിട്ടുള്ള വികസിത രാജ്യങ്ങളുണ്ട്. വികസിത രാജ്യങ്ങളിൽ മുൻപന്തിയിലിരിക്കുന്ന അമേരിക്ക അതിന് പണ്ടേ വർഷങ്ങൾക്ക് മുമ്പ് ഈ രീതികളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു. നമ്മളിപ്പോഴേ നടപ്പിലാക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ അതില് അമേരിക്കയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയില് ഈ പുതിയ മൂല്യനിർണയത്തിന്റെ അടിസ്ഥാനത്തില് ഒരു പ്രോജക്റ്റ് വർക്ക് എന്ന രീതിയിൽ 12ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി അധ്യാപകരെ നിശ്ചയിച്ചു കൊടുത്തു. ഇന്നൊക്കെ പ്രോജക്റ്റ് വർക്കുകളാണ്. ഇതിപ്പോ വരും, അടുത്ത കൊല്ലം തൊട്ടതൊക്കെ വരും, വന്നുകൊണ്ടിരിക്കുന്നു, അത് പരിചയപ്പെടും. അങ്ങനെ പ്രോജക്റ്റ് വർക്ക് എന്ന രീതിയിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു വിദ്യാലയത്തിലെ അത് നടപ്പിലാക്കുകയാണ്. അതിന് ആൺകുട്ടികള് ഒരു വിഭാഗം, പെൺകുട്ടികള് മറ്റൊരു വിഭാഗം. എല്ലാ ആൺകുട്ടികളും ഒരു വിഭാഗത്തിൽ പെടില്ല, എല്ലാ പെൺകുട്ടികളും മറ്റൊരു വിഭാഗത്തിലും പെടില്ല.
ആൺകുട്ടികളിലെ ഏറ്റവും പഠിക്കാനും പഠനേതര വിഷയങ്ങളിൽ വളരെ സമർത്ഥരും എല്ലാ തരത്തിലും സമർത്ഥരായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ അതേ നിലവാരം നിരത്തുന്ന മറ്റൊരു ഗ്രൂപ്പാണ് പെൺകുട്ടികളുടേത്. അപ്പൊ എല്ലാ തരത്തിലും മുന്തിയ നിലയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന ആൺകുട്ടികളുടെ ഒരു വിഭാഗം, ആ വിഭാഗത്തിന് സ്ട്രാംഗുലേഴ്സ് എന്നാണ് പേര് കൊടുത്തത്. സ്ട്രാംഗുലേഴ്സ് എന്ന് പറഞ്ഞാൽ കഴുത്ത് പിരിച്ച് ഞെരിച്ച് കൊല്ലുന്ന ഗ്രൂപ്പ് എന്നാണ് അതിന്റെ പേര് അർത്ഥം. കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലുക, അതാണ് സ്ട്രാംഗുലേഴ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം. അങ്ങനെ ആ ഗ്രൂപ്പിന് സ്ട്രാംഗുലേഴ്സ് എന്ന് പേര് കൊടുത്തു. പെൺകുട്ടികളുടെ ഗ്രൂപ്പിന് പേര് കൊടുത്തു റാംഗ്ലേഴ്സ് എന്ന് പേര് കൊടുത്തു. ചലച്ചും കലാപം ഉണ്ടാക്കിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ്, അതാണ് റാംഗ്ലേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം. ആ ഗ്രൂപ്പിന് അങ്ങനെയും പേര് കൊടുത്തു. അങ്ങനെ രണ്ട് ഗ്രൂപ്പുകള്. സാഹിത്യത്തിലും സ്പോർട്സിലും എല്ലാ വിഷയങ്ങളിലും അവർ മുൻപന്തിയിലാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവർ ഒന്നിച്ചു കൂടണം, സെമിനാറും ഡിസ്കഷനും ഡിബേറ്റും നടത്താൻ വേണ്ടി. അവരുടെ പ്രോജക്റ്റ് വർക്കാണ്. അങ്ങനെ ആൺകുട്ടികൾ ഒന്നിച്ചുകൂടി. അപ്പൊ അവരുടെ ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്ട്രാംഗുലേഴ്സ്. ആരെങ്കിലും ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അവിടെ തന്നെ മുണ്ടന വിമർശനം ചെയ്ത് അവനെ അവിടെ വെച്ച് അടിച്ചമർത്തണം. പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വിമർശിച്ചിട്ട് അവനെ കീഴ്പ്പെടുത്തണം. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തട്ടി ശരിയാക്കണം. അത് മലയാളികൾക്ക് വളരെ എളുപ്പമുണ്ട്, പക്ഷേ അമേരിക്കക്കാർക്ക് അത്ര എളുപ്പമല്ലായിരുന്നു. പ്രോജക്റ്റ് വർക്കാണത്. അവരെന്നാലും എളുപ്പമില്ലാത്ത പഠിച്ചെടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ ആശയം ആ ഗ്രൂപ്പിൽ പറഞ്ഞാൽ അതോടുകൂടി അവന്റെ ഇരിപ്പുറങ്ങായി. കാരണം അവനെ ഞെരിച്ചു കൊല്ലണം. അതാണ് ആ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് വർക്ക്. അവര് ഭംഗിയായിട്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്തു. പെൺകുട്ടികള് മറ്റൊരു അവസരത്തിൽ കൂടി, അത് ഓരോ ആഴ്ചയിലും കൂടണം. അവരുടെ വിഷയങ്ങളിൽ അവർ അവതരിപ്പിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അവതരണ ശൈലിയിൽ എന്തെങ്കിലും പുറകോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ പ്രോത്സാഹിപ്പിക്കും, പരസ്പരം പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ആശയം ആരെങ്കിലും പറഞ്ഞിട്ട് പുതിയ ആശയമാണെങ്കിൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് അവരെ സഹായിച്ച് അവരെ സഹകരിച്ച് അവരെ വളർത്തും. ഇതാണ് റാംഗ്ലേഴ്സ് ചെയ്തത്. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഒരു വിദ്യാഭ്യാസ വിദഗ്ധനെ പഠിക്കാനുള്ളൊരു അവസരമായിരുന്നു അത്. 20 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ റാംഗ്ലേഴ്സിന്റെയും സ്ട്രാംഗ്ലേഴ്സിന്റെയും ഗ്രൂപ്പുകള് അവര് കുട്ടികള് കലാലയമൊക്കെ വിട്ടു. അവര് ജീവിതത്തിലെ വളരെ വലിയ വളർന്നു. അവര് 20 വർഷം കഴിഞ്ഞിട്ട് അവര് വളർന്നു. വീണ്ടും അത് പഠന വിഷയമാക്കിയവര്, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പഠന വിഷയമാക്കി. സ്ട്രാംഗ്ലേഴ്സിൽ അന്ന് പെട്ട ഗ്രൂപ്പിലുള്ള ആളുകൾ പലരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പലരും ആന്റി സോഷ്യൽ ആക്ടിവിറ്റിയാണ്. പലരും ഇന്നത്തെ ഭാഷയിൽ വീരപ്പന്മാരായിട്ട് തീർന്നിരിക്കുന്നു. സമൂഹത്തിനോ നാടിനോ അല്ലെങ്കിൽ സമുദായത്തിനോ എന്തെങ്കിലും ഉപകാരമുണ്ടാക്കാവുന്ന ഒരു വ്യക്തിയും ആ സ്ട്രാംഗ്ലേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് അവരെ കണ്ണു തുറപ്പിക്കാൻ സാധിച്ച സത്യം. അമേരിക്കൻ ശാസ്ത്രകാരന്മാർക്ക് കണ്ണു തുറപ്പിക്കാൻ ഇടവന്ന സത്യം, ആ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് ഒന്നും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഉയരാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷെ പെൺകുട്ടികളുടെ ഗ്രൂപ്പ് അങ്ങനെയല്ലായിരുന്നു. അവരിൽ നിന്ന് 6 മേയർമാരുണ്ടായി. മേയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ സിറ്റികളുടെ അധിപന്മാര്. സമൂഹത്തിലും രാഷ്ട്രീയത്തിലും എന്നല്ല, ശാസ്ത്രലോകത്തിലും വളരെ പ്രശസ്തരായിട്ടുള്ള പല ആളുകളെ ഈ റാംഗ്ലേഴ്സ് ഗ്രൂപ്പിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. സത്യത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും ബുദ്ധികൂർമ്മതയിലും, രണ്ടു ഗ്രൂപ്പും ബുദ്ധികൂർമ്മതയിലും സാമർഥ്യത്തിലും ഒരേ നിലവാരം പുലർത്തിയിരുന്ന 2 ഗ്രൂപ്പുകാര്. അവർക്ക് പരസ്പരം പ്രോത്സാഹനം കിട്ടിയപ്പോ ഒരു ഗ്രൂപ്പിലെ ആളുകൾ വളർന്നു, ഉയർന്നു, സമൂഹത്തിലെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിലേക്ക് കയറി. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറി നിന്ന് പരസ്പരം മത്സരിച്ച് താത്തിക്കെട്ടാൻ ശ്രമിച്ച ഗ്രൂപ്പുകൾ പലതും ആ വ്യക്തികൾ ഇന്നില്ല. അവർ പലരും മാനസിക രോഗികളായി തീർന്നു.
ഇതായിരുന്നു 20 കൊല്ലം കഴിഞ്ഞിട്ടുള്ള പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. എന്താ ഇത് നമുക്ക് കാണിച്ചു തരുന്നത്? കാണിച്ചു തരുന്ന വലിയൊരു സത്യമുണ്ട്. നമ്മെ തന്നെ വെളിപ്പെടുത്തണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറെ പുണ്യം ചെയ്തിട്ട്, കുറെ തപസ് ചെയ്തുകൊണ്ട്, കുറെ പ്രാർത്ഥന ചെയ്തുകൊണ്ടാണ് വെളിപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കും. പ്രാർത്ഥനയുടെയൊക്കെ അടിസ്ഥാനം ഈ തുറന്ന മനസ്ഥിതിയോടുകൂടിയുള്ള ജീവിതത്തിന്റെ ഒരു കലാശമാണത്. അതിനൊരു താളിക്കലാണ് പ്രാർത്ഥന. പക്ഷേ ജീവിതത്തിൽ അതില്ലെങ്കിൽ പ്രാർത്ഥന താളിച്ചാൽ അത് കയ്പായി പോയും. മനസ്സിലാവില്ല സാധാരണ ജനങ്ങൾക്ക്. ആ രുചിയുണ്ടാക്കും ചിലപ്പോ. അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ വെളിപ്പെടുത്തണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഈ തുറന്ന മനസ്ഥിതി, പരസ്പരം സഹായിക്കാനുള്ള മനസ്ഥിതി, പരസ്പരം വളർത്താനുള്ളൊരു മനസ്ഥിതി. ഈ മനസ്ഥിതിയാണ് ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനമായിട്ടുണ്ടാകേണ്ടത്. അപ്പൊ ആരെങ്കിലും പരസ്പരം സഹായിക്കാനോ, പരസ്പരം പരിഗണിക്കാനോ, പരസ്പരം വളർത്താനോ ശ്രമിക്കുന്നില്ല എന്ന് വരികിൽ ക്രിസ്ത്യാനിയല്ല എന്നർത്ഥം. അപ്പൊ ക്രിസ്ത്യാനിയാകണം എന്ന് വരികിൽ ആ അടിസ്ഥാനപരമായിട്ടുള്ള ഭാവമാണ് ഇന്നിന്റെ സുവിശേഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്ഥിതിയാണ് എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനമായിട്ട് കാണേണ്ടത് എന്ന് ഇന്നത്തെ സുവിശേഷം മാർഗനിർദ്ദേശം നമുക്ക് നൽകുന്നു. എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. നമ്മൾ ചിന്തിക്കും, യോഹന്നാൻ മാംദാനയ്ക്ക് അങ്ങനെ ഒന്ന് സംസാരിക്കാൻ ഇത്ര വലിയ പാട് വല്ലതുണ്ടായിരുന്നു ആച്ചാ? കാരണം യേശു ക്രിസ്തു ലോകത്തിന്റെ രക്ഷകൻ, ദൈവപുത്രൻ. യോഹന്നാനോ വെറും സക്കറിയാസിന്റെയും എലിസബത്തിന്റെയും മോൻ, ഒരു മനുഷ്യ കുഞ്ഞ്. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ യോഹന്നാന് യേശു വലിയവനാണെന്ന് പറയാൻ ഇത്ര വലിയ പാട് കഴിക്കണോ എന്ന് നമ്മൾ തോന്നും. അങ്ങനെയല്ല മക്കളെ. ഈ അറിവ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന രീതിയിൽ അന്ന് യോഹന്നാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ചെറുപ്പക്കാരനല്ല കേട്ടോ, നമ്മളെപ്പോലെ ഒരു ചെറുപ്പം, ചെത്തി നടക്കുന്ന പ്രായം. ഈ അവസരത്തിൽ യോഹന്നാന്റെ മനസ്സിൽ എന്താ വരുന്നത്? എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ കുട്ടിയ ഇവൻ. ഇത്രയുള്ള എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ കുട്ടി, അതെന്നേക്കാൾ വയസ്സ് താന്നവൻ യേശു. അതും സാമ്പത്തികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഉയർന്ന നിലവാരത്തിലാണ് യോഹന്നാൻ. സാമ്പത്തികമായിട്ട് പോലും ഉയർന്ന നിലവാരത്തിലായിരുന്നു അന്ന് യോഹന്നാൻ എന്ന് വിചാരിക്കണം സക്രിയാസിന്റെ കുടുംബം. ആ അർത്ഥത്തിൽ യേശുവിന്റെ കുടുംബം എന്താ? കഷ്ടിച്ച് ടേം തട്ടി, മരത്തുമിട്ട് തട്ടിയിട്ട് വലിയൊരു കൂലിയും കിട്ടിയിട്ട് അതിന് എന്തെങ്കിലും കഞ്ഞി വെക്കാൻ, കാശി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആ ഒരു ഔസേപ്പിന്റെ തച്ചന്റെ ഒരു ചെറിയൊരു ചച്ചക്കൂടില്ലേ, അതിലാ ഇവൻ വളരുന്നേ യേശു. യോഹന്നാൻ വളർന്ന് സാമാന്യമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഉയർന്ന ഒരു കുടുംബത്തില്. അങ്ങനെ നോക്കുമ്പോഴും യേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് റെഡിമെയ്ഡ് ഉത്തരം ഡയലോഗ് ഫിറ്റ് ചെയ്യാൻ യോഹന്നാന് എളുപ്പമല്ല. ഇനി അത് തന്നെയല്ല, യോഹന്നാൻ ആ സമയത്ത് നാട്ടിൽ അറിയപ്പെടുന്ന ശ്രദ്ധേയനായിട്ടുള്ളൊരു നേതാവായി കഴിഞ്ഞു. എല്ലാവരും യോഹന്നാനെ ബഹുമാനിക്കുന്നു, യോഹന്നാനെ ആദരിക്കുന്നു, യോഹന്നാൻ ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നു. കണ്ടാസ്തുതി, ഉടുത്തമുണ്ട് പോലും അഴിച്ചിടാൻ വേണ്ടി തത്രപ്പെടുന്ന മനുഷ്യര് യോഹന്നാന്റെ മുമ്പില്. അത്രയും ബഹുമാനം. ആ സ്ഥിതിയിൽ എത്തിയിരിക്കുന്ന യോഹന്നാൻ ഇന്നലെ കയറി വന്നിരിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യനെ പറ്റിയിട്ടാണ് പറയണത്, എന്നേക്കാൾ ശ്രേഷ്ഠനാണവൻ. എളുപ്പല്ല, നമ്മൾ വിചാരിക്കുന്ന കൂട്ടത്തിലല്ലാതെ. എന്നിട്ടും യോഹന്നാൻ പറയുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യത എനിക്കില്ല എന്ന്. ആരോട്? അടുക്കളയിൽ ഇരുന്നിട്ടല്ല പറയണേ, പൊതുജനങ്ങളോട്. ഇതാണ് സാക്ഷ്യത്തിൻ്റെതായിട്ടുള്ള ആ അടിസ്ഥാനപരമായിട്ടുള്ള മനസ്സിന്റെ തുറവി. ഇതാണ് ക്രൈസ്തവ സാക്ഷ്യം നമ്മളെ പഠിപ്പിക്കുന്നത്.
അപ്പൊ മറ്റുള്ളവരെ അംഗീകരിക്കുക വെറുതെ പുണ്യം പറഞ്ഞിട്ടുള്ള അംഗീകാരമൊന്നുമല്ല. ആവശ്യ നേരത്ത് നമ്മുടെ വക്രതയും കുനുഷ്ടും അല്ലെങ്കിൽ വൈരാഗ്യവും മനസ്ഥിതി മാറ്റിവെച്ചുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ സാക്ഷ്യമെന്ന് നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ വെറുതെ എയറിലിരുന്ന് വർത്തമാനം പറയണത് ഒരു പുണ്യങ്ങളൊന്നും അല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള മണ്ഡലങ്ങളിലെ നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളില് ക്ഷമിക്കാൻ ഇടവരുന്ന വെക്കേണ്ടവർക്ക് ക്ഷമിക്കണം, തുറക്കാൻ സാധിക്കേണ്ടവർക്ക് തുറക്കണം, തിരുത്താൻ സാധിക്കേണ്ടവർക്ക് തിരുത്തണം, സംയമനത്തോടു കൂടി തന്നെ. അങ്ങനെ ഉൾക്കൊള്ളാൻ തന്നെ സാധിക്കണം. ഈ ഒരു സാധ്യതയാണ് ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനം എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശ്രമിക്കാം നമുക്ക് ജീവിക്കാൻ.